എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഒരു ഡോക്ടറോ നഴ്സോ നമുക്കൊരു മരുന്നോ ചികിത്സയോ തരുമ്പോ ഇതാണ് ഏറ്റവും നല്ലതെന്ന് അവർക്ക് എങ്ങനെയാ ഉറപ്പിച്ചു പറയാൻ പറ്റുന്നത്? അതിന്റെ ഉത്തരം ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ യാത്രയുടെ അവസാനമാണ്. ഒരു കുഞ്ഞു ചോദ്യത്തിൽ തുടങ്ങി നമ്മുടെയൊക്കെ ജീവൻ രക്ഷിക്കുന്ന ഒരു ചികിത്സയായി മാറുന്നൊരു യാത്ര. അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നഴ്സിംഗ് ഗവേഷണത്തിന്റെ ആ 5 പ്രധാന ഘടകങ്ങളാണ്. നമുക്ക് ഒരുമിച്ച് യാത്ര തുടങ്ങാം. നമ്മൾ ഈ ചോദ്യം നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിയാലോ? ഒരു രോഗിയെ നോക്കുമ്പോ ഏറ്റവും നല്ല പരിചരണം ഏതാണെന്ന് ഒരു നഴ്സ് എങ്ങനെയാ തീരുമാനിക്കുക? അതിന്റെ ഉത്തരം എനിക്ക് തോന്നുന്നു എന്നതിലല്ല, വെറും ഊഹങ്ങളിലുമല്ല. പിന്നെയോ, കൃത്യമായ ശാസ്ത്രീയമായ ഗവേഷണത്തിലാണ് അതിന്റെ അടിത്തറ. കാരണം നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യമല്ലേ, അവിടെ ഊഹങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല, അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്രയുടെ റൂട്ട് മാപ്പ് ഇതാണ്. ഈ 5 സ്റ്റെപ്പുകളിലൂടെ പോകുമ്പോൾ ഒരു നഴ്സിന്റെ മനസ്സിൽ വരുന്ന ഒരു ചെറിയൊരു ആശയം, അതെങ്ങനെയാണ് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു വലിയ കണ്ടെത്തലായി മാറുന്നതെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒട്ടും വൈകണ്ട, നമുക്ക് ആദ്യത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. എല്ലാ വലിയ കണ്ടുപിടുത്തങ്ങളും തുടങ്ങുന്നതെവിടെയാണെന്നറിയാമോ? ഒരു ചോദ്യത്തിൽ, അല്ലെങ്കിൽ ഒരാശയത്തിൽ. അതാണ് നമ്മുടെ ഒന്നാമത്തെ ഘട്ടം, ആ ആശയത്തിന് ഒരടിത്തറയിടുക എന്നുള്ളത്. ഈ ഘട്ടത്തെ നമുക്ക് ഒരു ഡിറ്റക്റ്റീവ് കേസ് അന്വേഷിക്കുന്നത് പോലെ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കാം. ഗവേഷകൻ ഒരു ലൈബ്രറിയിലിരുന്ന് നിലവിലുള്ള അറിവുകളുടെ ഒരു കടലിലേക്ക് തന്നെ ഒളിയിടുകയാണ്. വേദന കുറയ്ക്കാൻ ഏറ്റവും നല്ല വഴി ഏതാ എന്നൊരു സാധാരണ ചോദ്യത്തിൽ നിന്നായിരിക്കും ചിലപ്പോൾ തുടങ്ങുന്നത്. പക്ഷെ ആഴത്തിൽ പഠിക്കുമ്പോൾ ആ ചോദ്യം കൂടുതൽ കൃത്യമാകും. ഓപ്പറേഷൻ കഴിഞ്ഞ രോഗികൾക്ക് പാട്ട് കേൾപ്പിച്ചാൽ അവർക്ക് വേദന കുറയ്ക്കാനുള്ള മരുന്നുകൾ കുറച്ചു മതിയോ എന്ന രീതിയിലുള്ള പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചോദ്യത്തിലേക്ക് അവരെത്തും. അപ്പോ ഇത് വെറുതെ വായിച്ചു പോകുന്നൊരു പരിപാടിയല്ല, മറിച്ച് ആ പ്രശ്നത്തെ ചെത്തി മിനുക്കി മൂർച്ച കൂട്ടുന്നൊരു പ്രോസസ്സാണ്. ശരിക്കും പറഞ്ഞാല് ഇവിടെയാണ് ഗവേഷണത്തിന് ഒരു ദിശാബോധം കിട്ടുന്നത്. ആദ്യം തന്നെ എന്താണ് പ്രശ്നമെന്ന് കൃത്യമായി കണ്ടുപിടിക്കുന്നു. പിന്നെ ഇതേ വിഷയത്തെപ്പറ്റി മറ്റുള്ളവർ എന്തൊക്കെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളതെന്ന് നോക്കും. അതിനുശേഷം ഒരു തിയറിയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രവചനം നടത്തും. ഇതിനെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഉദാഹരണത്തിൽ പാട്ട് കേൾക്കുന്നത് വേദന കുറയ്ക്കും എന്നതാവാം ആ പ്രവചനം. ഇനി ഈ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാനാണ് ബാക്കിയുള്ള ഗവേഷണം മുഴുവൻ. അപ്പോ നമ്മുടെ കയ്യിൽ ഒരു നല്ല ആശയമുണ്ട്, പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമായോ? ഇല്ല. അതെങ്ങനെ പരീക്ഷിക്കും എന്നതിന് ഒരു കൃത്യമായ പ്ലാൻ വേണ്ടേ? ഒരു വീട് പണിയാൻ ബ്ലൂപ്രിന്റ് വേണം. അതുപോലെ തന്നെയാണ് ഗവേഷണവും. അതിനും വേണം ഒരു രൂപരേഖ. അതാണ് നമ്മുടെ രണ്ടാമത്തെ ഘട്ടം, ഡിസൈൻ ആൻഡ് പ്ലാനിംഗ്. ഈ ബ്ലൂപ്രിന്റ് എന്ന ഉപമ വളരെ കറക്റ്റാണ്. കാരണം ഈ രൂപരേഖയാണ് ഗവേഷണത്തിന്റെ നട്ടെല്ല് എന്ന് പറയാം. ഏത് തരം പഠനമാണ് നടത്തേണ്ടത്, ആരൊക്കെയാണ് ഇതിൽ പങ്കെടുത്തിക്കേണ്ടത്, അവരിൽ നിന്ന് എങ്ങനെ വിവരങ്ങൾ ശേഖരിക്കും, ഇങ്ങനെയുള്ള എല്ലാ സുപ്രധാന തീരുമാനങ്ങളും എടുക്കുന്നത് ഈ ഘട്ടത്തിലാണ്. ഓർക്കുക, ഈ ബ്ലൂപ്രിന്റ് എത്രത്തോളം സ്ട്രോങ് ആണോ അത്രത്തോളം വിശ്വസിക്കാൻ കൊള്ളാവുന്നതായിരിക്കും അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട്. നമുക്ക് നമ്മുടെ പാട്ടിന്റെ ഉദാഹരണത്തിലേക്ക് തന്നെ തിരിച്ചുവരാം. ഗവേഷകന് വേണമെങ്കിലൊരു ഗ്രൂപ്പ് രോഗികളെ പാട്ട് കേൾപ്പിക്കാം, മറ്റേ ഗ്രൂപ്പിനെ കേൾപ്പിക്കാതിരിക്കാം. എന്നിട്ട് അവരുടെ വേദനയിലുള്ള വ്യത്യാസം പഠിക്കാം. ഇതൊരു എക്സ്പെരിമെന്റാണ്. ഇനി വേറൊരു വഴിയുണ്ട്. ആശുപത്രിയില് സ്വാഭാവികമായി പാട്ട് കേൾക്കുന്ന രോഗികൾക്ക് വേദന കുറവുണ്ടോ എന്ന് വെറുതെ നിരീക്ഷിക്കുക. ഇവിടെ ഗവേഷകൻ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ നോക്കി കാണുന്നു. ഇതൊരു നിരീക്ഷണ പഠനമാണ്. അപ്പോ ഏത് വഴി തെരഞ്ഞെടുക്കുന്നു എന്നുള്ളത് കിട്ടാൻ പോകുന്ന റിസൾട്ടിനെ കാര്യമായിട്ട് തന്നെ ബാധിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് വെറുമൊരു പേപ്പർ വർക്ക് അല്ല. ശാസ്ത്രം മുന്നോട്ടു പോകാൻ സഹായിക്കുന്ന മനുഷ്യരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നുള്ള ഒരു ഉറപ്പാണ്. പഠനത്തിൽ പങ്കെടുക്കുന്നത് പൂർണ്ണമായും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കണം. അവരുടെ വിവരങ്ങളെല്ലാം രഹസ്യമായി സൂക്ഷിക്കണം. കാരണം ശാസ്ത്രത്തിന്റെ വളർച്ച ഒരിക്കലും ഒരു മനുഷ്യന്റെ അന്തസ്സിനും മുകളിലല്ല. അങ്ങനെ പ്ലാനൊക്കെ റെഡിയായി, വേണ്ട അനുമതികളൊക്കെ കിട്ടി. ഇനി ശരിക്കും കളത്തിലിറങ്ങാനുള്ള സമയമാണ്. ഇവിടെയാണ് നമ്മുടെ ഗവേഷണം പേപ്പറിൽ നിന്ന് നേരെ ആശുപത്രിയിലേക്ക് അല്ലെങ്കിൽ രോഗികളുടെ അടുത്തേക്ക് എത്തുന്നത്. ഡാറ്റ ശേഖരിക്കാനും അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ കണ്ടെത്താനുമുള്ള ശ്രമം തുടങ്ങുകയാണ്. ഈ ഘട്ടത്തിലാണ് ഗവേഷകര് രോഗികളുമായി നേരിട്ട് സംസാരിക്കുന്നത്. നമുക്കൊന്ന് സങ്കൽപ്പിച്ചു നോക്കാം. ഒരു നഴ്സ് ഗവേഷകൻ ഒരു രോഗിയോട് വളരെ ശാന്തമായി ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവരുടെ ബ്ലഡ് പ്രഷർ പോലുള്ള കാര്യങ്ങൾ ഒരു ടാബ്ലറ്റിൽ രേഖപ്പെടുത്തുന്നു. അവർ നൽകുന്ന ഓരോ ഉത്തരവും ഓരോ റീഡിംഗും ഒരു വലിയ പസിലിന്റെ ഓരോ കഷ്ണങ്ങൾ പോലെയാണ്.
ഇതെല്ലാം ചേർന്നാണ് ആ വലിയ ചിത്രം പൂർത്തിയാകുന്നത്. ഈ വിവരങ്ങളെയാണ് നമ്മൾ ഡാറ്റ എന്നു പറയുന്നത്. ഇത് തന്നെയാണ് പഠനത്തിന്റെ ജീവനാഡിയും. അങ്ങനെ രോഗികളുടെ അടുത്തുനിന്ന് ശേഖരിച്ച ഈ വിവരങ്ങളുണ്ടല്ലോ, ഈ റോ ഡേറ്റ, അത് പിന്നീട് കമ്പ്യൂട്ടറിൽ വിശകലനം ചെയ്യാനായി തയ്യാറാക്കും. അതായത് പേപ്പറിലുള്ള വിവരങ്ങളും മെഷീനുകളിലെ റീഡിംഗുകളുമെല്ലാം ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റുന്നു. അക്കങ്ങളായും മറ്റും കമ്പ്യൂട്ടറിലേക്ക് മാറ്റുന്നു. അപ്പോ ഈ ഡാറ്റയെല്ലാം കമ്പ്യൂട്ടറിലെത്തി. ഇനി അതിനെ അനലൈസ് ചെയ്യണം. ഇതിന് പ്രധാനമായും 2 സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തേത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത് സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ പഠനത്തിൽ പങ്കെടുത്തവരുടെ ഒരു ഫോട്ടോ എടുക്കുന്ന പോലെയാണ്. അവരുടെ ശരാശരി പ്രായം, അതിൽ എത്ര പേർ സ്ത്രീകളാണ്, പുരുഷന്മാരാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. രണ്ടാമത്തേതാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത് കുറച്ചുകൂടി ഡീപ്പാണ്. ഈ ഫോട്ടോ ഉപയോഗിച്ച് ലോകത്തുള്ള ഇതുപോലുള്ള ബാക്കി എല്ലാവരെക്കുറിച്ചും ഒരു നിഗമനത്തിലെത്താൻ ശ്രമിക്കുന്ന പരിപാടിയാണിത്. അതായത് നമ്മുടെ പഠനത്തിൽ കണ്ട ഈ കാര്യം പൊതുവായി എല്ലാവർക്കും ബാധകമാക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടൊരു കാര്യം കണ്ടുപിടിച്ചു, എന്നിട്ട് അത് 4 ആളോട് പറഞ്ഞില്ലെങ്കിൽ എന്താ കാര്യം? ഒരു പ്രയോജനവുമില്ല, അല്ലേ? അതുകൊണ്ടാണ് ഈ ഘട്ടം ഇത്രയധികം പ്രധാനപ്പെട്ടതാകുന്നത്. ഒരു ഗവേഷണം പൂർണ്ണമാകുന്നത് അതിൽ നിന്ന് കിട്ടിയ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ മാത്രമാണ്. അപ്പോ എങ്ങനെയാണ് ഗവേഷകർ തങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ ലോകത്തെ അറിയിക്കുന്നത്? അതിന് പല വഴികളുണ്ട്. അവർക്കതൊരു സയൻസ് ജേർണലിലെ ലേഖനമായി പ്രസിദ്ധീകരിക്കാം. അപ്പോൾ ലോകത്തുള്ള മറ്റ് ശാസ്ത്രജ്ഞർക്ക് അത് വായിക്കാനും വിലയിരുത്താനും പറ്റും. അല്ലെങ്കിൽ വലിയ കോൺഫറൻസുകളിൽ പോയി പ്രസന്റ് ചെയ്യാം. അവിടെ പുതിയ ആശയങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ശരിക്കും ഇങ്ങനെയാണ് ശാസ്ത്രം മുന്നോട്ടു പോകുന്നത്. ഒറ്റയ്ക്ക് ഒരാൾ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടല്ല, മറിച്ച് അറിവ് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുന്ന ഒരു വലിയ സമൂഹത്തിലൂടെയാണ്. അപ്പോ ഈ പറഞ്ഞ മുഴുവൻ പ്രോസസ്സിന്റെയും അവസാനം എന്താണ് ലക്ഷ്യം? ഒറ്റ ലക്ഷ്യമേയുള്ളൂ: രോഗികൾക്ക് കിട്ടുന്ന പരിചരണം മെച്ചപ്പെടുത്തുക, അവരുടെ ആരോഗ്യത്തിൽ ഒരു പോസിറ്റീവ് മാറ്റം കൊണ്ടുവരിക. കാരണം ഗവേഷണം എന്നത് പുസ്തകത്തിലിരിക്കാനുള്ള ഒന്നല്ല, അത് പ്രായോഗികമാക്കാനുള്ളതാണ്, ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനുള്ളതാണ്. അപ്പോ ഇതാണ് ആ യാത്ര. ഒരു നഴ്സിന്റെ മനസ്സിൽ ഒരു രോഗിയുടെ വേദനയെക്കുറിച്ച് തോന്നിയ ഒരു കുഞ്ഞു ചോദ്യം. അത് കൃത്യമായ ശാസ്ത്രീയ വഴികളിലൂടെയെല്ലാം കടന്നുപോയി അവസാനം ലോകമെമ്പാടുമുള്ള രോഗികൾക്ക് ആശ്വാസം നൽകുന്ന, അവരുടെ ജീവിതം തന്നെ മെച്ചപ്പെടുത്തുന്ന ഒരു പുതിയ ചികിത്സാരീതിയായി മാറുന്നു. ഒരു ചോദ്യത്തിൽ നിന്ന് ഒരു ചികിത്സയിലേക്ക്. ഈ 5 ഘട്ടങ്ങളെക്കുറിച്ചും ഇപ്പൊ നിങ്ങൾക്കറിയാം. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ഗവേഷകനെ പോലെ നിങ്ങളുടെ ചുറ്റുമുള്ള ആരോഗ്യരംഗത്ത് നിങ്ങൾ മാറ്റം വരണമെന്നാഗ്രഹിക്കുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിന് പരിഹാരം കാണാൻ നിങ്ങൾക്ക് എന്ത് ചോദ്യം ചോദിക്കാൻ പറ്റും? ഒന്നോർത്തു നോക്കൂ. കാരണം ലോകത്തെ മാറ്റിമറിച്ച എല്ലാ വലിയ കണ്ടുപിടുത്തങ്ങളും തുടങ്ങിയത് ഇതുപോലെ ഒരു ചെറിയ ചോദ്യത്തിൽ നിന്നാണ്. ഒരുപക്ഷേ അടുത്തത് നിങ്ങളുടെ ചോദ്യമാവാം.